ഹലോ എവരി വൺ, വെൽക്കം ടു പൽപിറ്റ് ലേണിംഗ്സ്. KVS NVS നടത്തുന്ന ടീച്ചിങ് പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിനകം തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. TRT, TGT, PGT ഇങ്ങനെ വിവിധ സെഷനിലായിട്ടാണ് നമ്മുടെ എക്സാംസ് നടക്കുന്നത്. പ്രൈമറി ടീച്ചേഴ്സിനുള്ള എക്സാം ഉണ്ട്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്. ഈ എല്ലാ എക്സാമുകളിലും ടയർ 1, ടയർ 2 എന്നീ രീതിയിലാണ് എക്സാംസ് നടത്തി വരാറുള്ളത്. അപ്പോൾ നമ്മുടെ എക്സാമിന്റെ രീതികളെ കുറിച്ചൊക്കെ ആർഷ മിസ് ചെയ്ത ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, KVS NVS നടത്തുന്ന പരീക്ഷകൾ ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന പരീക്ഷയാണ്. അപ്പൊ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് വളരെ വലിയ ബെനിഫിറ്റ്സ് ആണ്. കാരണം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യങ്ങളെക്കാൾ കൂടുതലായിരിക്കും ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി നമുക്ക് തരുന്നത് എന്നതിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ നമ്മൾ നല്ലൊരു മാർക്ക് സെക്യൂർ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നിയമനം പ്രതീക്ഷിക്കാവുന്ന, പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാവുന്ന ചില പോസ്റ്റുകളാണ്. അപ്പൊ ആ ഒരു സീരിയസ്നെസ് തന്നെ നിങ്ങൾ ഇതിന് കൊടുക്കണം എന്നാണ് ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇനി KVS NVS ടയർ 1 നമ്മൾ കോമൺ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷ് ഏതൊരു മത്സര പരീക്ഷകളിലും ഉള്ളതുപോലെ തന്നെ രണ്ട് മേഖലകളാണ് ഉള്ളത്. ഇംഗ്ലീഷിൽ ഗ്രാമറും ഉണ്ട്, വൊക്കാബുലറിയും ഉണ്ട്, അല്ലെ? ഗ്രാമറും വൊക്കാബുലറിയും ഉണ്ട്. ഈ ഗ്രാമർ മേഖല നമുക്ക് വലിയ തരക്കേടില്ലാതെ അറ്റൻഡ് ചെയ്യാൻ കഴിയും. എന്നാൽ വൊക്കാബുലറി പലപ്പോഴും നമ്മളെ കുഴപ്പിക്കാറുണ്ട്. അപ്പൊ ഗ്രാമർ ആകട്ടെ, വൊക്കാബുലറി ആകട്ടെ, ഏത് മേഖലയിലാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടതുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴും മുൻവർഷ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ്. അപ്പൊ മുൻവർഷ ചോദ്യങ്ങളും അതിനോടുള്ള അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഇനി ഈ ഒരു ക്ലാസ്സിലും തൊട്ടടുത്ത് വരുന്ന കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കൃത്യമായിട്ടും ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു പാറ്റേൺ അനുസരിച്ചുള്ള പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയിൽ ഒരുപാട് ഗുണം ചെയ്യും എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഡിഫറൻസ് എന്നതിന്റെ വേർഡ് സിമിലർ ഇൻ മീനിങ് ടു ദ എബോവ് വേർഡ്. ഡിഫറൻസിന്റെ സിമിലർ മീനിങ് എന്ന് പറയുമ്പോൾ സിനോണിംസ് ആണ്, പര്യായ പദമാണ്, അല്ലെ? സിനോണിംസ് ആണ്. അപ്പൊ നമുക്ക് സിനോണിംസ്, ആന്റോണിംസ് എന്ന് പറയുന്ന ടോപ്പിക് സ്ഥിരം എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് അറിയാം, അല്ലെ? DIFF, ഡിഫറൻസ് അറിയാം. എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്ന അർത്ഥത്തിന് നമുക്കറിയാം. ഇവിടെ DE ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ സ്കില്ല് എന്ന് പറഞ്ഞാൽ കഴിവ്, പ്രാവീണ്യം എന്നാണ്. എന്താണ് റെവറൻസ് എന്ന് പറഞ്ഞാൽ ബഹുമാനം എന്നാണ്. റെസ്പെക്ട് എന്നാണ് റെവറൻസിന്റെ മീനിങ് വരുന്നത് കേട്ടോ. റെവറൻസ് എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് എന്നാണ് മീനിങ്. ദെൻ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പെക്ട് ആണ്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവചനം, ഫോർട്ടൽ, ഒരു കാര്യം പ്രവചിക്കുക, ഫോർട്ടൽ ചെയ്യുക, മുൻകൂട്ടി പറയുക. ദെൻ റിഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ പ്യൂരിഫൈ ചെയ്യുകയാണ്, അല്ലെ? ശുദ്ധീകരിക്കുക. സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവാണ്, അല്ലെ? എബിലിറ്റി ടു ഡു, ഒരു കാര്യം ചെയ്യാനുള്ള പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ കഴിവിനെയാണ് നമ്മൾ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറൻസിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഡിഫറൻസിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? റെവറൻസ് അഥവാ റെസ്പെക്ട് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ്. അപ്പൊ ഡിഫറൻസ് എന്നതിന്റെ മീനിങ് ഹംബിൾ, സബ്മിഷൻ ആൻഡ് റെസ്പെക്ട്, വളരെ വിധേയത്വം ഉണ്ടാവുക. നമ്മൾ ഒരാൾ പറയുന്ന കാര്യങ്ങളെ വിനയപൂർവ്വം അനുസരിക്കുന്നതിന് നമ്മൾ ഡിഫറൻസ് എന്ന് പറയും കേട്ടോ. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു അർത്ഥം കൂടിയുണ്ട്. ഒരാൾ പറയുന്ന കാര്യത്തെ നമ്മൾ വിനയത്തോടു കൂടി സമ്മതിക്കുന്നു, അനുസരിക്കുന്നു എന്നതിനും ഡിഫറൻസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കുന്നതിന് നമ്മൾ ഡിഫർ എന്നാ പറയാ. ഡിഫർ എന്ന് പറയുന്ന വേർബാണ് കേട്ടോ. വേർബാണ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ നൗൺ ആണ്. അപ്പോൾ മുതിർന്ന ഒരാൾ പറയുന്ന കാര്യങ്ങൾ ബഹുമാനത്തോടു കൂടി നമ്മൾ അനുസരിക്കുന്ന ആ ഒരു പ്രവൃത്തിയെ നമ്മൾ ഡിഫറൻസ് എന്ന് പറയും. DE ആണ്, I അല്ല. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഡി എർത്ത് എന്നതിന്റെ മീനിങ് എന്താണ്? ഡി എർത്ത് എന്ന് പറയുമ്പോൾ മീനിങ് അല്ല, ഇവിടെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ നമുക്ക് സിനോണിം ആയിരുന്നു എങ്കിൽ ഇവിടെ വേർഡ് ഓപ്പോസിറ്റ് വേർഡാണ് ചോദ്യം, അഥവാ വിപരീത പദം, ആന്റോണിംസിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ ഡി എർത്ത് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമേ ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചിലപ്പോൾ ഓപ്ഷൻസ് നമ്മളെ സഹായിക്കും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു പിടുത്തവും കിട്ടൂല, അല്ലെ? സക്സസ് എന്ന് പറഞ്ഞാൽ വിജയമാണ്. വിജയത്തിന്റെ ഓപ്പോസിറ്റ് ഫെയിലിയർ ആണ്, പരാജയമാണ്. അപ്പൊ അതെന്തായാലും അല്ല. അത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. വിസ്ഡം എന്ന് പറഞ്ഞാൽ വിവേകമാണ്, വിവേകം, ബുദ്ധി.
ദെൻ സൾഫേറ്റ് പല ആളുകൾക്കും സംശയം ഉണ്ടാകും. പാഷൻ എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള വികാരമാണ്. പാഷന്റെ ഒക്കെ ഓപ്പോസിറ്റ് ഇംപാഷൻ എന്നൊക്കെയാണ് വരുന്നത് അല്ലെ. വിസ്ഡത്തിന്റെ ഓപ്പോസിറ്റ് ഇഗ്നറൻസ് എന്നൊക്കെയാണ് വരുന്നത് അല്ലെ. വിസ്ഡത്തിന് അജ്ഞത, വിസ്ഡം എന്ന് പറയുമ്പോൾ അറിവ്, വിവേകമാണ്. അതിന്റെ ഓപ്പോസിറ്റ് ഇഗ്നറൻസ് എന്ന രീതിയിലേക്കാണ് വരിക. പാഷൻ ആകുമ്പോൾ ഇംപാഷൻ എന്ന രീതിയിലേക്കാണ് വരുന്നത്. സക്സസ് ആകുമ്പോൾ ഫെയിലിയർ എന്ന രീതിയിലേക്കാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 3 ഉത്തരമാണോ എന്ന സംശയത്തിലേക്ക് നമുക്ക് വരും. നമുക്ക് നോക്കാം. യെസ്, 3 തന്നെയാണ് ഉത്തരം. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള അർത്ഥമൊക്കെ ഉണ്ട് എങ്കിൽ ഒരു പക്ഷേ ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ 100% അത് നമുക്ക് റിലേ ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പദത്തിന് നാം അറിയാത്ത തരത്തിലുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാകും. അതിന് ഉദാഹരണം നിങ്ങൾക്ക് താഴെ കാണാം. അപ്പൊ എന്താണ് അർത്ഥം? അർത്ഥം നമ്മൾ പറഞ്ഞില്ല അല്ലെ. ഡിയേർത്ത് എന്ന് പറഞ്ഞാൽ സ്കേഴ്സിറ്റി ഓർ ലാക്ക് ഓഫ് സംതിങ്. ഒരു കാര്യത്തിന്റെ കുറവിനാണ്, എന്തെങ്കിലും കാര്യത്തിൽ കുറവുണ്ടാകുന്നതിനാണ് നമ്മൾ ഡിയേർത്ത് എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദൗർലഭ്യം. ലാക്ക് ഓഫ് സംതിങ്, എന്തെങ്കിലും വസ്തുവിന്റെ കുറവിനെ കുറിച്ചാണ് നമ്മൾ ഡിയേർത്ത് എന്ന് പറയുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സൾഫേറ്റ്. ഈ സർ വെച്ച് വരുന്ന പദം ഉണ്ടല്ലോ, സർ എന്ന് വെച്ച് തുടങ്ങുന്ന പദങ്ങളൊക്കെ കൂടുതലിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. സർപ്ലസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. സോ വിച്ച് മീൻസ് ആൻ എക്സസീവ് ഓർ സൂപ്പർഫ്ലൂസ് എമൗണ്ട് ഓഫ് സംതിങ്. ഒരു വസ്തുവിന്റെ വർധനവിനെ കുറിച്ച് നമ്മൾ സൾഫേറ്റ് എന്ന് പറയും. ഒരു വസ്തുവിന്റെ കുറവിനെ കുറിച്ച് നമ്മൾ എന്ത് പറയും? ഡിയേർത്ത് എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി സൾഫേറ്റിന് പകരം നമുക്ക് എന്ത് പറയാം? അബൻഡൻസ് അല്ലെ. സ്കേഴ്സിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് അബൻഡൻസ്. ABUN ആണ് അബൻഡൻസ്. പിന്നെ കുറച്ചൊന്ന് ബോൾഡായിട്ട് നിൽക്കുകയാണ്, അതാണ് എഴുതുമ്പോൾ ക്ലിയർ ആകാത്തത്. അബൻഡൻസ്, സമൃദ്ധി, പ്രോസ്പെരിറ്റി എന്നൊക്കെ നമുക്ക് സൾഫേറ്റിന്റെ സിനോണിമായിട്ട് പറയാം. ഇനി ബാക്കിയുള്ള നൗണുകൾ കൂടി നമുക്ക് നോക്കാം. സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷ്യം നേടുന്നതിനാണ് സക്സസ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ഫെയിലിയർ ആണ്. ഫെയിലിയർ. സക്സസിന് നമുക്ക് വേറെ ഏതൊക്കെ പദം ഉപയോഗിക്കാം? വിക്ടറി പറയാം അല്ലെ. സക്സസിന് വിക്ടറി എന്ന് പറയാം. ദെൻ വിസ്ഡം എന്ന് പറഞ്ഞാൽ വിവേകമാണ്. വിവേകം, അറിവ് എന്ന് മാത്രമല്ല വിവേകം എന്ന അർത്ഥമുണ്ട്. ദ ക്വാളിറ്റി ഓഫ് ഹാവിങ് എക്സ്പീരിയൻസ്, നോളജ് ആൻഡ് ഗുഡ് ജഡ്ജ്മെന്റ്. നമുക്ക് എക്സ്പീരിയൻസും നോളജും കാര്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്താനുള്ള കഴിവിനെ കുറിച്ചും നമ്മൾ വിസ്ഡം എന്ന് പറയും. വിസ്ഡം എന്ന് പറയും. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇഗ്നറൻസ്, അജ്ഞത, സ്റ്റുപ്പിഡിറ്റി, വിഡ്ഢിത്തം, റാഷ്നസ്. റാഷ്നസ് പറയുമ്പോൾ പരിചയത്തിന്റെ കുറവ്, നമ്മൾ തിടുക്കം കൂട്ടി കാര്യങ്ങൾ ചെയ്യുക. ഫോളി, അതൊക്കെ അജ്ഞത എന്ന അർത്ഥത്തിനാണ്. ഇംപ്രൊഡൻസ്, ഇംപ്രൊഡൻസ് ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഇംപ്രൊഡൻസ്, ഫോളിഷ്നെസ്, ഇതൊക്കെ വിസ്ഡത്തിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ പാഷൻ. നമ്മൾ പാഷൻ ഒരു വണ്ടിയുടെ പേരാണ് പാഷൻ. അതേപോലെ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് ഒരു മൂവി ഉണ്ട്, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. എന്താണ് പാഷൻ? പാഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങും കൺട്രോളബിൾ അല്ലാത്തതുമായിട്ടുള്ള ഇമോഷൻ. വളരെ ശക്തമായ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരത്തെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നു ടീച്ചിങ് നമ്മുടെ പാഷനാണ്. അപ്പോൾ നമുക്ക് അതിനോട് സ്ട്രോങ്ലി നമ്മൾ അതുമായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കത് ഒരിക്കലും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് അതെൻ്റെ പാഷനാണ് എന്നുള്ളത്. പാഷന്റെ ഓപ്പോസിറ്റ് ആണ് അപ്പതി. അപ്പതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഇൻഡിഫറൻസ്. ഇൻഡിഫറൻസ് എന്ന് പറയുമ്പോൾ താല്പര്യമില്ലായ്മ എന്നാണ് കേട്ടോ. വ്യത്യാസമില്ലായ്മ എന്നല്ല, താല്പര്യമില്ലായ്മ എന്നാണ് ഇൻഡിഫറൻസിന്റെ അർത്ഥം. ദെൻ അൺകൺസേൺ എന്ന് പറയുമ്പോൾ അതുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് പരിഗണിക്കുന്നില്ല. അപ്പൊ അപ്പതി ആകട്ടെ, അപ്പതി എന്ന് പറയുമ്പോൾ സിമ്പതിയുടെ ഓപ്പോസിറ്റ് കൂടിയാണ് കേട്ടോ. അനുതാപം ആണ് സിമ്പതി, എംപതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ സിമ്പതിയുടെ ഓപ്പോസിറ്റ് കൂടിയാണ് അപ്പതി എന്ന് ഓർത്തിരിക്കുക. സിമ്പതി എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് അപ്പതി. അനുതാപം ഇല്ലാത്ത അവസ്ഥയാണ് അനുതാപം ഇല്ലാത്ത അവസ്ഥ, സഹതാപം ഇല്ലാത്ത അവസ്ഥ. ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമില്ലായ്മ എന്നല്ല, അൺഇൻട്രസ്റ്റ്, താല്പര്യമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇൻഡിഫറൻസ് എന്ന് പറയുന്നത്. അൺകൺസേൺ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡ് ആകാതിരിക്കുക. അപ്പൊ പാഷൻ ആകുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ശക്തമായ ഒരു വികാരം അല്ലെങ്കിൽ ഇമോഷൻ അതിനോടുണ്ടായിരിക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പതി, ഇൻഡിഫറൻസ്, അൺകൺസേൺ തുടങ്ങിയവ. ക്ലിയർ? അപ്പൊ സിനോണിംസും ആന്റോണിംസും ഗ്രാമർ ഭാഗത്ത് നിന്ന് ചോദിച്ചു. അടുത്തൊരു ചോദ്യം ഗ്രാമർ അല്ല, വൊക്കാബുലറി ഭാഗത്ത് നിന്ന് സിനോണിംസും ആന്റോണിംസും ചോദിച്ചു. അടുത്തത് ഗ്രാമർ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ സെന്റൻസ് ഗിവൺ ബിലോ. ഞാൻ അവിടെ ബോൾഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അണ്ടർലൈൻ അല്ല. ദം. ദം ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നു? പാർട്സ് ഓഫ് സ്പീച്ച് അറിയാം, ഇംഗ്ലീഷിൽ 8 പാർട്സ് ഓഫ് സ്പീച്ചുകൾ ഉണ്ട് അല്ലെ. നൗണ്, പ്രൊനൗണ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, അതുപോലെ പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ, ഇങ്ങനെ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഇംഗ്ലീഷിലുണ്ട്. സോ അതിൽ വേർബ്, അഡ്വേർബ്,
ഇതിൽ ഏതാണ് ദം? ദം. അപ്പൊ പ്രനോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ദം പ്രനോൺ ആണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ആൻസർ പറഞ്ഞു പോയി. പ്രനോൺ ആണ്. പ്രനോൺ എന്ന് പറയുമ്പോൾ നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രനോൺ കേട്ടോ. നൗണിന് പകരം ഇപ്പോൾ രാജു എന്ന് പറയുന്നതിന് പകരം അവൻ എന്ന് എനിക്ക് പറയാം. ഇപ്പൊ എന്റെ പേര് റിയാസ് ആണ്. അപ്പൊ റിയാസ് എന്ന് എന്നെ കുറിച്ച് പറയുന്നതിന് പകരം, ഞാൻ എന്നെ കുറിച്ച് പറയുന്നതിന് പകരം എനിക്ക് ഞാൻ എന്ന് പറയാം, അല്ലേ? അത് റിയാസിൻ്റെതാണ് എന്ന് പറയുന്നതിനേക്കാൾ അത് എന്റേതാണ് എന്ന് എനിക്ക് പറയാം. അപ്പോൾ ഒരു പേരിന് പകരം അല്ലെങ്കിൽ ഒരു നൗണിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പ്രനോൺ. ഈ പ്രനോൺ തന്നെ പല ടൈപ്പ് ഓഫ് പ്രനോൺ ഉണ്ട്. സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രനോൺ ഉണ്ട്, ഒബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രനോൺ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രനോൺ ഉണ്ട്. അപ്പൊ അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. ഒന്ന് പെട്ടെന്ന് ഞാനൊന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാം. നിങ്ങളിൽ പല ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. ഇംഗ്ലീഷിലെ പ്രനൗൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടിപ്പിക്കലി പഠിച്ചു വെക്കുന്നത് സബ്ജക്റ്റ് പ്രനോൺ ആണ്. പ്രനോൺ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പെട്ടെന്ന് പറയുന്നത് ഈ ആദ്യത്തെ കോളത്തിലുള്ള ഐ, യു, ഷീ, അയ്യു, ദേവി, ഹി, ഷീ, ഇറ്റ് ഒക്കെയാണ്. അതൊക്കെ പ്രനോൺ ആണ്. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുമ്പോഴാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുമ്പോഴാണ് ഐയും യുവും ഹീയും ഒക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുമ്പോഴാണ്. ഇനി ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുമ്പോൾ ഐ എന്തായി മാറും? മീ, എന്നെ എന്ന അർത്ഥത്തിന്. യു തന്നെയാണ്. ഹി ഹിം ആകും, അവനെ. ഷീ ഹെർ ആകും, അവളെ. ഇറ്റിന് മാറ്റമില്ല, ഇറ്റ് സെയിം ആണ്. വി ഞങ്ങൾ, അസ് ഞങ്ങളെ. യുവിന് മാറ്റമില്ല, സെയിം ആണ്. ദേ എന്തായി മാറും? ദം. ഈ ദം ആണ് നമ്മൾ കണ്ടത്. അതൊരു ഒബ്ജക്റ്റ് പ്രനോൺ ആയിരുന്നു. ഇപ്പൊ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ മേലാണോ പ്രവൃത്തി സംഭവിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഈ സബ്ജക്റ്റ് പ്രനോണും ഒബ്ജക്റ്റ് പ്രനോണും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിന്റെ തന്നെ പല വ്യത്യസ്ത തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ട്. ഈ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 വേരിയേഷൻസ് ആണ്. ഇതല്ലാത്തതും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊസസീവ് അഡ്ജക്റ്റീവും പൊസസീവ് പ്രനോണും ഉണ്ട്. പൊസസീവ് അഡ്ജക്റ്റീവ്സും പൊസസീവ് പ്രനോണും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് നമ്മൾ പൊസഷൻ എന്നെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ മൈ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് അതൊരു പൊസസീവ് പ്രനോൺ എന്നാണ്. മൈ പ്രനോൺ അല്ല, അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണമാണ്. നാമവിശേഷണമാകുമ്പോൾ അതിനെ വിശേഷിപ്പിക്കാൻ ഒരു നൗണ് വേണം, അല്ലെ? അപ്പോൾ ഒരു അഡ്ജക്റ്റീവ് ഒറ്റയ്ക്ക് വരില്ല, കൂട്ടത്തിൽ ഒരു നൗണ് കൂടി വരും. അപ്പോൾ ഈ നിങ്ങൾ എവിടെ ചിന്തിച്ചാലും ഈ പൊസസീവ് അഡ്ജക്റ്റീവിൽ ആ കോളത്തിൽ കാണുന്ന വേർഡ്സ് ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ല. അതിനുശേഷം എന്ത് വേണം? ഒരു നൗണ് കൂടി വേണം. ഇപ്പോൾ നമുക്ക് അറിയുന്ന ഒരു സാധനമാണ് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും മൈ നെയിം ഈസ് എന്ന് പറയും. മൈ എന്ന് മാത്രം പറയില്ല, അല്ലേ? ഇപ്പോൾ ഒരു പേന ഒരാൾ ചോദിക്കുകയാണ് ഇതാരുടെ പേനയാണ് എന്ന് ചോദിക്കുമ്പോൾ മൈ എന്ന് മാത്രമല്ല പറയേണ്ടത്, മൈ പെൻ എന്നാണ് പറയുന്നത്. എൻ്റെ പേന, എൻ്റെ ഉടമസ്ഥതയിലുള്ള പേന എന്നാണ് പറയുന്നത്. അപ്പൊ പൊസസീവ് അഡ്ജക്റ്റീവ് ആകട്ടെ പൊസസീവ് പ്രൊനൗൺ ആകട്ടെ പൊസഷനെ സൂചിപ്പിക്കുന്നതാണ്, നമ്മുടെ ഉടമസ്ഥതയിലുള്ളത് എന്ന അർത്ഥത്തിന്. അവൻ്റേത്, എൻ്റേത്, അവളുടേത്, ഞങ്ങളുടേത്, നിങ്ങളുടേത് എന്ന അർത്ഥത്തിനൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ വ്യത്യാസം പൊസസീവ് അഡ്ജക്റ്റീവിന് ശേഷം ഒരു നൗണ് വരും. മൈ പെൻ, യുവർ പെൻ, ഹിസ് പെൻ, ഹെർ പെൻ, ഇറ്റ്സ് പെൻ, അവർ പെൻ, യുവർ പെൻ, ദെയർ പെൻ എന്നൊക്കെ വരും. എന്നാൽ പൊസസീവ് പ്രൊനൗണിന് ശേഷം എന്ത് വരില്ല? ഒരു നൗണ് വരില്ല. മൈൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എൻ്റേത്, എൻ്റേത്, അല്ലെ? ഹൂസ് പെൻ ഇസ് ദിസ് എന്ന് ചോദിക്കുമ്പോൾ മൈൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. മൈൻ പെൻ എന്ന് പറയരുത്, തെറ്റാണ്. മൈ പെൻ എന്നാണ് ശരി, മൈൻ പെന്ന് തെറ്റാണ്. അപ്പൊ മൈക്ക് ശേഷം നൗണ് പറയണം, മൈന് ശേഷം നൗൺ പറയരുത്, തെറ്റാണ്. ഇപ്പൊ ഹിസ് പെൻ, ഇപ്പൊ ഹിസ്സിന്റെ ഒരു പ്രശ്നമുണ്ട്. ഹിസ്സില് പൊസസീവ് അഡ്ജക്റ്റീവ് ആയാലും പൊസസീവ് പ്രൊനൗൺ ആയാലും സെയിം ആണ് കേട്ടോ, സെയിം ആണ്. ബാക്കി എല്ലാത്തിലും ചെറിയ വ്യത്യാസമുണ്ട്. മൈ എന്താകും? മൈൻ. അപ്പൊ വിവാഹം കഴിക്കുന്ന സമയത്ത്, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന ഒരു സാധനമാണ് മൈൻ. അവിടെ മൈൻ എന്ന് പറഞ്ഞാൽ മതി. മൈൻ ബോയ് എന്നോ മൈൻ ഗേൾ എന്നോ പറയണ്ട, അല്ലെങ്കിൽ മൈ ഗേൾ എന്ന് പറയണം. മൈ എന്ന് പറയുന്നത് മാത്രം തെറ്റാണ്. ഒന്നുകിൽ മൈ ഗേൾ എന്ന് പറയണം, അല്ലെങ്കിൽ മൈൻ എന്ന് പറയണം. ദെൻ യുവർ എന്നതിന്റെ പൊസസീവ് പ്രൊനൗൺ യുവേഴ്സ് ആണ്. ഇപ്പൊ ഇവിടെ അവസാനത്തിൽ ഒരു എസ് വന്നു. ഹിസ്, ഹിസ് തന്നെയാണ്. കാരണം അവിടെ ഇനി എസ് ചേർക്കേണ്ട ആവശ്യമില്ല, അവിടെ എസ് ഉണ്ടല്ലോ. ഹെറിന് ശേഷം എസ് ചേർത്താൽ എന്താകും? പൊസസീവ് പ്രൊനൗൺ ആവും. ദെൻ ഇറ്റിന് നമ്മൾ എന്ത് ചെയ്യാറില്ല? പൊസസീവ് പ്രൊനൗൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അത് ഓർക്കണേ. ദെൻ അവർ, അവസാനം എസ് ചേർത്താൽ മതി. അവേഴ്സ്, യുവർ, യുവേഴ്സ്, ദെയർ, ദെയേഴ്സ്. അപ്പൊ ഇവിടെ എല്ലാം എസ് ചേർക്കുന്നു. നിങ്ങൾ കണ്ടോ? മൈല് മാത്രമാണ് മൈൻ എന്ന് പറയുന്ന പുതിയൊരു ഫോം കൊണ്ടുവന്നത്. ബാക്കി എല്ലാത്തിലും നമ്മൾ എസ് ചേർത്തു. ഹിസ്സിൽ എസ് ഉള്ളതുകൊണ്ട് അവസാനം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഹെർ, ഹേഴ്സ് ആയി. ഇറ്റിന് നമ്മൾ യൂസ് ചെയ്യില്ല. അവർ,
അവേഴ്സ് ആയി, യുവേഴ്സ് ആയി, ദെയേഴ്സ് ആയി. ഇപ്പൊ പൊസസീവ് അഡ്ജക്റ്റീവും പൊസസീവ് പ്രൊനൗണും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. പൊസസീവ് അഡ്ജക്റ്റീവിന് ശേഷം ഒരു നൗൺ ഉണ്ടാകും, പൊസസീവ് പ്രൊനൗണിന് ശേഷം ഒരു നൗൺ ഉണ്ടാവില്ല. ദെൻ പൊസസീവ് പ്രൊനൗണും പൊസസീവ് അഡ്ജക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം അവസാനം എസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. എസ് ഉണ്ടെങ്കിൽ പൊസസീവ് പ്രൊനൗൺ ആണ്, ഇല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു വ്യത്യാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദിക്കുന്ന ഒരു സാധനമാണ്. ഇനി റിഫ്ലക്സീവ് പ്രൊനൗൺ ഉണ്ട്. റിഫ്ലക്സീവ് പ്രൊനൗൺ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, അവിടെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. മൈ സെൽഫ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ എന്ന ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയാണ് മൈ സെൽഫ്. ഐ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തി. അപ്പൊ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആണ് അല്ലേ. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നീ നിന്നെ തന്നെ പരിചയപ്പെടുത്തുക എന്നാണ്. അപ്പൊ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരാൾ തന്നെയാണ്. പരിചയപ്പെടുത്തേണ്ടത് ആരാണ്? നീയാണ്. നീ ആരെയാണ് പരിചയപ്പെടുത്തേണ്ടത്? നിന്നെ തന്നെയാണ്. അപ്പൊ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒക്കെ സെയിം ആകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരുന്നതാണ് റിഫ്ലക്സീവ് പ്രൊനൗൺ. അപ്പൊ അവിടെയെല്ലാം എന്ത് ചേർത്താൽ മതി? പൊസസീവ് അഡ്ജക്റ്റീവിന് ശേഷം സെൽഫ് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ, ഈ പൊസസീവ് അഡ്ജക്റ്റീവിന് ശേഷം സെൽഫ്, സിംഗുലർ ആണെങ്കിൽ സെൽഫും പ്ലൂറൽ ആണെങ്കിൽ സെൽഫ്സും എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ മൈ സെൽഫ്, യുവർ സെൽഫ്സ് എന്നാണ് വരുന്നത്, യുവർ സെൽഫ്സ്. ഹിം, ഇവിടെ എന്ത് വരും? ഹിസ് വരില്ല, ഹിംസെൽഫ് എന്നാ വരിക. ഹിസ് സെൽഫ് എന്ന് പറഞ്ഞാൽ രണ്ട് എസ് ഒക്കെ അടുത്ത് വരുന്നത് കൊണ്ടായിരിക്കാം അവിടെ ഹിസ് സെൽഫ് എന്ന് പറയാതെ ഹിംസെൽഫ്. ദെൻ ഹെർ സെൽഫ്, ഇറ്റ് സെൽഫ്, അവർ സെൽഫ്സ് കേട്ടോ, അവർ സെൽഫ്സ്, യുവർ സെൽഫ്സ്, ദം സെൽഫ്സ്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇനി പ്രൊനൗൺ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞതാണ്. ഇനി പ്രൊനൗണായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നാൽ തെറ്റിക്കരുത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ കണ്ടോ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ സ്പീക്കറിനെ സൂചിപ്പിക്കുന്നത്, സംസാരിക്കുന്ന ആളെ സൂചിപ്പിക്കുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ എന്ന് പറയുന്നത് കേട്ടോ, സ്പീക്കറിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ സ്പീക്കറിനെ സൂചിപ്പിക്കുന്നത് ഏതൊക്കെയുണ്ട്? ഞാൻ എന്നുള്ളത് സ്പീക്കറിനെ സൂചിപ്പിക്കുന്നതാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ എന്ന് പറയുമ്പോഴും, ഞങ്ങൾ എന്ന് പറയുന്നതിനകത്ത് സ്പീക്കർ ഇല്ലേ, അതുകൊണ്ട് വിയും എന്ത് തന്നെയാണ്? ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ആണ്. ഇത് സിംഗുലർ ആണ്, ഐ സിംഗുലർ ആണ്, ദെൻ വി പ്ലൂറൽ ആണ് എന്ന വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഇനി ഇതുപോലെ തന്നെ സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ലിസണർ ആണ്. സ്പീക്കറിന്റെ മുന്നിൽ സ്പീക്കർ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടാവുമല്ലോ, അതാണ് സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സണിൽ വരുന്നത് യു ആണ്, യു. അപ്പൊ സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും നമ്മൾ യു തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും നമ്മൾ യു തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ യുവിനെ നമ്മൾ ഗ്രാമാറ്റിക്കൽ റൂൾസ് പറയുമ്പോൾ പ്ലൂറൽ ആയിട്ടാണ് പരിഗണിക്കുക കേട്ടോ. യു ആർ എന്നേ പറയാറുള്ളൂ, യു ഈസ് എന്ന് പറയാറില്ല. കാരണം ഗ്രാമാറ്റിക്കൽ റൂൾസിന്റെ അവിടെ നമ്മൾ യുവിനെ പ്ലൂറൽ ആയിട്ടാണ് പരിഗണിക്കുന്നത് അല്ലെ. ഹി ഈസ് എന്ന് പറയും, ഹീസ് സിംഗുലറിന് വരുന്നതാണ്, ഹി ഒരാളായതുകൊണ്ട് നമ്മൾ ഈസ് എന്ന് പറയും. എന്നാൽ യു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാളാണെങ്കിൽ കൂടിയും നമ്മൾ യു ആർ എന്നേ പറയാറുള്ളൂ സാധാരണ. ബാക്കിയുള്ളത് തേർഡ് പേഴ്സൺ ആണ്, അഥവാ പറയുന്ന ആളുമല്ല കേൾക്കുന്നതുമല്ല, അതല്ലാത്തതെല്ലാം തേർഡ് പേഴ്സൺ ആണ്. അപ്പൊ തേർഡ് പേഴ്സണിൽ ഹി, ഷീ, ഇറ്റ് ഒക്കെ സിംഗുലർ ആണ്. ഇതിൽ ഹി പുരുഷനെ സൂചിപ്പിക്കുന്നതാണ്, മെയിൽ. ഷീ സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണ്. ഇറ്റ് ജീവനില്ലാത്ത വസ്തുക്കളെ സൂചിപ്പിക്കുന്നതാണ്. ഇവകൾക്കെല്ലാം കൂടിയുള്ള ഒറ്റ പ്ലൂറലേ ഉള്ളൂ, ദേ.